ഒരു തൊഴിൽ തേടി നിരവധി മലയാളികൾ സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് വിദേശ രാജ്യങ്ങളിലും അയൽ സംസ്ഥാനങ്ങളിലും ജീവിക്കുന്നുണ്ട്. മറുനാടുകളിൽ അവർ എത്രത്തോളം സുരക്ഷിതരായിരിക്കും? മലയാളികളെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്നതാണ് ബംഗളൂരുവിൽ നിന്നും കേട്ട ഒരു വാർത്ത. ബംഗളൂരുവിൽ മലയാളി യുവാവ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതായി പരാതി. തൊടുപുഴ മണക്കാട് സ്വദേശി ലിബിൻ മരിച്ചത് സുഹൃത്തുക്കളുടെ മർദ്ദനമേറ്റെന്നാരോപിച്ച് രംഗത്തെത്തിയത് കുടുംബമാണ്. വർഷങ്ങളായി ബംഗളൂരുവിൽ ജോലി ചെയ്തിരുന്ന ലിബിന് എന്താണ് സംഭവിച്ചത്? ഒപ്പം താമസിച്ചിരുന്നവരെ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം. തലയോട്ടിപ്പൊട്ടി തലച്ചോറിന് ഗുരുതര ക്ഷതമേറ്റ നിലയിൽ ഞായറാഴ്ചയാണ് ലിബിനെ ബംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുന്നത്. കുളിമുറിയിൽ തലയടിച്ചു വീണെന്നാണ് ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കൾ ലിബിന്റെ കുടുംബത്തോടും ആശുപത്രിയിലും പറഞ്ഞത്. എന്നാൽ ലിബിന്റെ തലയിൽ ആഴത്തിലുണ്ടായ മുറിവ് വീഴ്ചയിൽ ഉണ്ടാകാൻ ഇടയില്ലെന്നും ശക്തമായ അടിയോ ക്ഷതമോ ഏറ്റിട്ടുണ്ടെന്നും ഡോക്ടർമാർ ബന്ധുക്കളെ അറിയിച്ചു. കോമ അവസ്ഥയിലായ ലിബിൻ ബുധനാഴ്ചയാണ് മരിച്ചത്. ഒപ്പം താമസിച്ച കാഞ്ഞിരപ്പള്ളി സ്വദേശികളായ സഹോദരങ്ങൾ തമ്മിൽ ശനിയാഴ്ച രാത്രി ഉണ്ടായ തർക്കത്തിൽ ഇടപെട്ട ലിബിന് മർദ്ദനമേറ്റെന്നാണ് കുടുംബം പറയുന്നത്. 4 വർഷം മുമ്പാണ് അക്കൗണ്ടന്റായി ലിബിൻ ബംഗളൂരുവിൽ ജോലിക്ക് പോയത്. ബാത്റൂമിൽ വീണത് അങ്ങനെ ഐസിയിലാക്കേണ്ട ഒരു കാര്യം വരുന്നില്ല. അവർ തോന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ തന്നെയാണ് നമ്മളോട് പറഞ്ഞത് ഒരു തലയടിച്ച് വീണത് പോലത്തെ ഒരു മുറിവല്ല, തലക്കെട്ടെന്തോ അടി കിട്ടിയത് പോലത്തെ ഒരു മുറിവാണ് എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോഴാണ് അവരുടെ 3 സുഹൃത്തുക്കളായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. ഒരാൾ ഇച്ചിരി സീരിയസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്ന് നൈസായിട്ട് മുങ്ങി. അപ്പോഴാണ് മറ്റു 2 പേര് പറയുന്നത് ഈ മാറിയ ആൾ ഉപയോഗിച്ചതാണ്, തലക്കിട്ട് ചവിട്ട് ചെയ്തതാണ് എന്നാണ് അവർ പറഞ്ഞത്. സാക്ഷികളാണ് 2 പേർ പറഞ്ഞത്. ലിബിന്റെ ബന്ധുക്കൾ ബംഗളൂരുവിൽ എത്തിയപ്പോൾ ആദ്യം കൂടെയുണ്ടായിരുന്ന സുഹൃത്തുക്കളിൽ ഒരാൾ പിന്നീട് നാട്ടിലേക്ക് കടന്നു. അതും ബന്ധുക്കളിൽ സംശയമുണ്ടാക്കി. ലിബിന് ശനിയാഴ്ച മർദ്ദനമേറ്റെന്ന് ഒപ്പം താമസിക്കുന്ന കണ്ണൂർ ഇരിട്ടി സ്വദേശിയാണ് ബന്ധുക്കളോട് പറഞ്ഞത്. ലിബിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിക്കുന്ന കുടുംബം ബംഗളൂരു പോലീസിൽ പരാതി നൽകി. നമുക്ക് എല്ലാവർക്കും ഡൗട്ടാണ്, അതുകൊണ്ട് നമ്മൾ കേസുമായിട്ടാണ് കണ്ടിരിക്കുന്നത്. ഞങ്ങളോട് നെക്സ്റ്റ് 2 ഡേയ്സിന് ശേഷം അങ്ങോട്ട് പോലീസ് സ്റ്റേഷനിൽ ചെല്ലാനാണ്. ഹോസ്പിറ്റലുകാർ ഇനിഷ്യേറ്റീവ് എടുത്ത് കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് അവർ വന്ന് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ എടുത്തു, ഫ്രണ്ട്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു. ഞങ്ങളായിട്ട് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ ഇതും പറഞ്ഞു കഴിഞ്ഞപ്പം എല്ലാവർക്കും ടോട്ടലി അതൊരു ഡൗട്ട്ഫുൾ ആയ കാര്യമായി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ലിബിന്റെ 7 ആന്തരിക അവയവങ്ങൾ ദാനം ചെയ്തതായി കേസിന്റെ തുടർ നടപടികൾക്ക് ചൊവ്വാഴ്ച ബംഗളൂരുവിലെത്താൻ പോലീസ് അറിയിച്ചതായും ബന്ധുക്കൾ പറഞ്ഞു. ന്യൂസ് 18 ഇടുക്കി.